ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫാഷൻ ടിപ്സാണ്. ഫാഷൻ ടിപ്സ് സാരി ഉടുക്കുമ്പോൾ പിന്നെ ഫോർമലായിട്ടുള്ള ഡ്രസ്സ് ഉടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാരി ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, സാരി ഉടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ലൈറ്റ് കളേഴ്സ് തിരഞ്ഞെടുക്കാൻ നോക്കേണ്ടതാണ്. ഗ്ലിറ്ററി ആയിട്ടുള്ള മിറർ വർക്കായിട്ടുള്ളത് ഇല്ലെങ്കിൽ വർക്ക് സാരിയൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടുള്ള കളേഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് പീച്ച് കളറാവാം. ഓക്കെ, പിന്നെ ലൈറ്റ് ബ്ലൂ, അതായത് സ്കൈ ബ്ലൂവും അല്ല, ഇങ്ങനെ തീരെ ഡാർക്ക് സീ ബ്ലൂവും അല്ല, നടുവിലുള്ള മീഡിയം ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ബേബി റോസ് പിങ്കാണ് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ കമ്പനിക്കൊക്കെ പോകുമ്പോൾ റെഡാണ്, അതായത് ചില്ലി റെഡ് അല്ല, ഫോർമൽ റെഡ് കളറ് ഉപയോഗിക്കാവുന്നതാണ് ഓഫീസ് വെയറിന്. പിന്നെ ചിലപ്പോൾ എയർലൈൻസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഓരോരോ എയർലൈൻസിനും സാരി ഉടുക്കുന്ന ഒരു എയർ ക്യാബിൻ ക്രൂ എന്ന് എടുക്കുമ്പോൾ എയർലൈൻസുകാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂണിഫോം, എയർലൈനിൻ്റെ ഒരു യൂണിഫോം ഉണ്ടാകും. അപ്പോൾ അതിനെ ക്ലീനാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് തന്നെ ഉടുക്കാവുന്നതാണ്. ഓക്കെ, അത് എയർലൈൻ സ്റ്റാൻഡേർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്യാരി ഓവർ ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നത് പൊതുവെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടീച്ചർ ജോബ് ആവാം, ഇല്ലെങ്കിൽ ലെക്ചർ ജോബ് ആവാം. അങ്ങനെ ഒരു സാരി ഉടുത്തു പോകുന്ന നേരത്ത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളേഴ്സ്, ഓക്കെ, അങ്ങനെ കോമ്പിനേഷൻ കറക്റ്റായിട്ടിരിക്കണം. അതിന് കോൺട്രാസ്റ്റുള്ള ബ്ലൗസൊന്നും ഉടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ ലൈറ്റ് കളറിന് മാച്ച് ആവുന്ന രീതിയിലാണ് നമുക്ക് അറ്റയർ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോവേണ്ടതാണ്. അപ്പോൾ പൊതുവെ ഡെയിലി ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ മിനിമം മേക്കപ്പും പിന്നെ ലൈറ്റായിട്ടുള്ള സാരി ഉടുക്കാവുന്നതാണ്. ഓക്കെ, ക്യാരി ഓവർ ചെയ്യുമ്പോൾ. പിന്നെ എന്ന് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ഫോർമലായിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരീസൊക്കെ ഉടുക്കാൻ നോക്കാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തതായിട്ട് മേക്കപ്പാണ്. സാരി ഉടുക്കുമ്പോൾ നോർമലായിട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നോർമൽ മേക്കപ്പ് ഇട്ടിട്ട് അതിന് ഡ്രസ്സിന് സെറ്റ് ചെയ്യാവുന്നത് ഐലൈനറൊക്കെ ഇട്ടിട്ട് കാജലൊക്കെ ഇട്ട്, അതായത് ഐ മേക്കപ്പ് ചെയ്തിട്ട് ലൈറ്റായിട്ടുള്ള അറ്റയർ ഡ്രസ്സ് ഉടുക്കുമ്പോൾ കുറച്ച് ഡാർക്കർ ലിപ് ഷെയ്ഡാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് ഡാർക്കർ ഷെയ്ഡ് ആവാൻ പാടുള്ളതല്ല. അതേപോലെ ചൂടി സെറ്റ് ഉടുക്കുമ്പോൾ, അതായത് സൽവാർ വെയർ ഉടുക്കുമ്പോൾ ഓഫീസിന് ഉടുക്കുമ്പോൾ അങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, മിനിമൽ മേക്കപ്പാണ് ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ മെയിൻലി ചിലവർക്ക് ഫേഷ്യൽ ആയിട്ടുള്ള സ്കിൻ അലർജീസ് ഉണ്ടാകും, അതായത് ആക്നെ, പിമ്പിൾ, പിന്നെ ഫേഷ്യൽ ഹെയറൊക്കെ. അതൊക്കെ ഒരാഴ്ച മുമ്പിൽ തന്നെ നമുക്ക് കെയർ എടുത്തിട്ട് വേണം നമുക്ക് ആ ഒരു സ്കിൻ കെയർ എടുക്കാവുന്നതാണ്. അതായത് ഐബ്രോസ് ചെയ്ത് കറക്റ്റായി വയ്ക്കുക, പിന്നെ ഫേഷ്യൽ ഹെയറൊക്കെ അധികമാണെങ്കിൽ റിമൂവ് ചെയ്തെടുക്കുക. പിന്നെ പിമ്പിൾസ്, ആക്നെക്കൊക്കെ അതിനൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തിട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് റെഗുലർ, ഇല്ലെങ്കിൽ ആ ഒരു ഇത് ഫേസ് മാസ്കൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലിയർ ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഹൈഡ്രേഷൻ ഒരുപാട് നന്നായിരിക്കും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ
ഫ്രഷ് ലുക്കാണ് എല്ലാവരുടെയും നോക്കുക. അതേത് ഒരു ഫീൽഡായാലും ശരി. ഓക്കെ, അപ്പോൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ട രീതിയിലാണ് അവർ നോക്കുന്നതാണ്. അപ്പോൾ നമ്മളെ തന്നെ ഒരു മേക്ക് ഓവർ ചെയ്യുക, അതായത് ഞങ്ങളുടെ ഒരു അപ്പിയറൻസ് നന്നായിരിക്കണം. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ വാക്കിംഗ് രീതിയും നോക്കണം. പിന്നെ നല്ല ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് ചിലവിടെ പ്രിഫർ ചെയ്യും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ. അതൊക്കെ ഒന്ന് പെർഫെക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ റെസ്യൂമൊക്കെ കറക്റ്റ് ചെയ്ത് നീറ്റായിട്ട് വെക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ അടുത്തതായി പറയാനുള്ളത് സൽവാർ പിന്നെ വേറെയൊക്കെ ഡ്രസ്സ് ഉടുക്കുമ്പോൾ ജസ്റ്റ് ജ്വല്ലറിയൊക്കെ ലൈറ്റായിട്ടിരിക്കണം. അതായത് സ്റ്റഡ് ഇല്ലെങ്കിൽ ചെറിയ കമ്മൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ചെയിൻ എന്ന് പറയുമ്പോൾ തിന്നായിട്ടുള്ള ചെയിൻ, അതായത് ഗോൾഡ് ചെയിന് തിന്നായിട്ടുള്ള ചെറിയ പെൻഡൻറ്റ് ഉടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ മുത്തിൻ്റെ മാല, ചെറിയ ഒരു മാല ഉടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതായി പറയാനുള്ളത് സിംഗിൾ കയ്യിൽ ചെറിയൊരു റിസ്റ്റ് വാച്ച് ഉടുക്കാവുന്നതാണ്. പിന്നെ ഒരു റിങ് വേണമെങ്കിൽ ഉടുക്കാം. അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫാഷൻ ടിപ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് പറയുന്നത്. പിന്നെ അടുത്തതായി പറയാനുള്ളത് എപ്പോഴും ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നീറ്റായിട്ട് അത് നന്നായി വാഷ് ചെയ്ത് നല്ല ഫ്രഷായിട്ട് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.